സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു താര കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത്. കൃഷ്ണകുമാർ, ഭാര്യ സിന്ധു കൃഷ്ണ, മക്കളായ അഹാന, ദിയ, ഇഷാനി, ഹൻസിക എന്നിവരെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമാണ്. ഓരോരുത്തർക്കും സ്വന്തമായി യൂട്യൂബ് ചാനലുകളുമുണ്ട്. തങ്ങളുടെ കുടുംബത്തിലെ ഓരോ ചെറിയ വിശേഷങ്ങളും, യാത്രകളും, പുതിയ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും, ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളുമെല്ലാം ഇവർ വീഡിയോകളിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെയാണ് പിന്തുടരുന്നത്. ഈ കുടുംബത്തിന്റെ വീഡിയോകളിൽ സ്ഥിരമായി കാണുന്ന എന്നാൽ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മുഖമുണ്ട്. എല്ലാവരും സ്നേഹത്തോടെ അപ്പച്ചി എന്ന് വിളിക്കുന്ന പ്രായമായ ഒരു സ്ത്രീയാണത്. ആരാണ് ഈ അപ്പച്ചി? ഇവർ കൃഷ്ണകുമാറിന്റെ വീട്ടിലെ ജോലിക്കാരിയാണോ അതോ കുടുംബാംഗമാണോ? ഈ ചോദ്യങ്ങൾ വളരെ കാലമായി സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ആരാണ് അപ്പച്ചി? ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം പല വീഡിയോകളിലും കൃഷ്ണകുമാറോ സിന്ധു കൃഷ്ണകുമാറോ നൽകിയിട്ടില്ല. എന്നാൽ ആരാധകരുടെ നിരീക്ഷണങ്ങളും പഴയ വീഡിയോകളിലെ ചില പരാമർശങ്ങളും വെച്ച് ചില സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു സാധ്യതയാണിത്. കൃഷ്ണകുമാറിന്റെ അച്ഛന്റെ സഹോദരി എന്നത്. പഴയ നായർ തറവാടുകളിൽ സാധാരണയായി അവിവാഹിതരായ സ്ത്രീകളോ പുരുഷന്മാരോ ഉണ്ടാകാറുണ്ടായിരുന്നു. കുടുംബത്തോടൊപ്പം ജീവിച്ച് അടുത്ത തലമുറയെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഈ രീതി അക്കാലത്തെ കുടുംബങ്ങളിൽ സാധാരണമായിരുന്നു. അപ്പച്ചി കൃഷ്ണകുമാറിന്റെ അച്ഛന്റെ സഹോദരി ആയിരിക്കാനാണ് സാധ്യതയെന്നാണ് ഭൂരിപക്ഷം ആരാധകരും വിശ്വസിക്കുന്നത്. കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നിലനിൽക്കുന്ന സ്നേഹവും ബഹുമാനവും ഈ നിരീക്ഷണത്തിന് ബലം നൽകുന്നുമുണ്ട്. അതോടൊപ്പം സിന്ധു കൃഷ്ണയുടെ ബന്ധുവാണെന്നും മറ്റു ചിലർ പറയുന്നു. അപ്പച്ചി സിന്ധു കൃഷ്ണയുടെ ബന്ധുവാണ്. ഒരുപക്ഷെ സിന്ധുവിന്റെ അച്ഛന്റെ സഹോദരിയോ കസിനോ ആകാം. സിന്ധു കൃഷ്ണയുടെ ഒരു വീഡിയോയിൽ അഹാന ജനിച്ചതു മുതൽ അപ്പച്ചി തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ പരാമർശം അപ്പച്ചി സിന്ധുവിന്റെ കുടുംബവുമായി ബന്ധമുള്ള ആളായിരിക്കാം എന്ന സൂചന നൽകുന്നു. ഈ രണ്ടു സാധ്യതകളിൽ ഏതാണ് ശരി എന്നതിലുപരി കൃഷ്ണകുമാർ കുടുംബം ഈ സ്ത്രീയെ തങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായി തന്നെയാണ് കാണുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പച്ചി ഒരു വേലക്കാരിയാണോ എന്ന ചോദ്യം പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ വേലക്കാർ ഉണ്ടെന്നും അപ്പച്ചി വീട്ടിലെ ഒരു അംഗം മാത്രമാണെന്നും ആരാധകർ തന്നെ ഈ വിമർശനങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട്. കൃഷ്ണകുമാർ കുടുംബത്തിന്റെ വീഡിയോകൾ കാണുമ്പോൾ അപ്പച്ചിയോടുള്ള അവരുടെ സ്നേഹവും ബഹുമാനവും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. വീട്ടിലെ എല്ലാ സന്തോഷ നിമിഷങ്ങളിലും കുടുംബയോഗങ്ങളിലും അപ്പച്ചി ഒരു പ്രധാന ഭാഗമാണ്. വീട്ടിലെ ഓരോ അംഗവും അപ്പച്ചിയോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് ഇടപഴകുന്നത്. അവരുടെ അഭിപ്രായങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും കുടുംബം വലിയ പ്രാധാന്യം നൽകുന്നുമുണ്ട്. അപ്പച്ചിയുടെ ആരോഗ്യ കാര്യങ്ങളിലും മറ്റും കൃഷ്ണകുമാർ കുടുംബം അതീവ ശ്രദ്ധ പുലർത്തുന്നുമുണ്ട്. അതോടൊപ്പം അഹാന, ദിയ, ഇഷാനി, ഹൻസിക എന്നിവരെല്ലാം അപ്പച്ചിയെ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് കാണുന്നത്. ഇവർ പങ്കുവയ്ക്കുന്ന വീഡിയോകളിൽ അപ്പച്ചിയോടൊപ്പം ചിലവഴിക്കുന്ന സന്തോഷ നിമിഷങ്ങൾ കാണാം. ഈ ഒരു തലമുറയിലെ കുട്ടികൾ ഒരു പ്രായമായ വ്യക്തിയെ തങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി കാണുകയും പരിഗണിക്കുകയും ചെയ്യുന്നത് പുതിയ തലമുറയ്ക്ക് ഒരു മാതൃകയാണ്. കൃഷ്ണകുമാർ കുടുംബത്തിന്റെ ഐക്യവും പരസ്പര സ്നേഹവും അവരുടെ വീഡിയോകളിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഈ ഐക്യത്തിൽ അപ്പച്ചിക്കും ഒരു പ്രധാന പങ്കുണ്ട്. കുടുംബത്തിലെ ഒരു മുതിർന്ന അംഗം എന്ന നിലയിൽ അവരുടെ സാന്നിധ്യം വീട്ടിലെ അന്തരീക്ഷത്തെ കൂടുതൽ ഊഷ്മളമാക്കുന്നു. അപ്പച്ചിയുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കുടുംബം യാത്ര പോകുമ്പോൾ അപ്പച്ചി ഒപ്പം ഇല്ലാത്തതും കൃഷ്ണകുമാർ കുടുംബം അവരെ ഒരു ജോലിക്കാരിയായി മാത്രമാണ് കാണുന്നതെന്നുമുള്ള വിമർശനങ്ങളായിരുന്നു പ്രധാനമായും ഉയർന്നത്. എന്നാൽ ഈ വിമർശനങ്ങൾക്ക് മറുപടിയുമായി നിരവധി ആരാധകർ രംഗത്തെത്തി. ചിലപ്പോൾ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാകാം അപ്പച്ചി യാത്ര ചെയ്യാത്തതെന്നും അപ്പച്ചിയെ കുടുംബം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവരുടെ വീഡിയോകളിൽ നിന്ന് വ്യക്തമാണെന്നും അവർ വാദിച്ചു. കൃഷ്ണകുമാർ കുടുംബം പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സന്തോഷം, ദുഃഖം, നേട്ടങ്ങൾ, വെല്ലുവിളികൾ എന്നിങ്ങനെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളെയും അവർ തുറന്നു കാണിക്കുന്നു. ഈ വീഡിയോകളിൽ ഓരോന്നിലും അപ്പച്ചിയുടെ സാന്നിധ്യം വളരെ വലുതാണ്. ഈ സാന്നിധ്യം ഒരു കുടുംബം എങ്ങനെ സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കാമെന്നതിന്റെ ഒരു ഉദാഹരണമാണ്. പല കുടുംബങ്ങളിലും പ്രായമായവരെ അവഗണിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ കൃഷ്ണകുമാർ കുടുംബം അവരുടെ അപ്പച്ചിക്ക് നൽകുന്ന സ്നേഹവും ബഹുമാനവും ഏറെ പ്രശംസ അർഹിക്കുന്നുണ്ട്. ഇത് വെറും ഒരു വീഡിയോയിലെ കാഴ്ച മാത്രമല്ല, മറിച്ചൊരു കുടുംബ ബന്ധത്തിന്റെ ആഴത്തിലുള്ള ഒരു നേർക്കാഴ്ചയാണ്.